നമ്മുടെ NR മധു സാറ് ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ടറയിലെ പ്രസംഗത്തോടുകൂടി അബദ്ധം പറ്റിയതൊന്നുമല്ല. അദ്ദേഹം വളരെ ആസൂത്രിതമായി ഇനിയിപ്പോൾ അങ്ങനെ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നുള്ള കളി വേണ്ട, കേരളം മുഴുവൻ എന്നെ ഒന്ന് അറിയപ്പെടട്ടെ, എൻ്റെ കയ്യിലുള്ള ഒരു സംഗതി വെച്ച് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ കയറി വരവ് എന്ന് പറയുന്നത്. കാരണം കുണ്ടറയിലെ സംഭവം വലിയ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നതിനെ തുടർന്ന് അദ്ദേഹം നിരന്തരം ഇങ്ങനെ അടിച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നതിൽ ഇപ്പോൾ പുറത്തു വന്ന 3 പോയിൻ്റുകളുണ്ട്. ഒന്നെന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വലിയ അറേബ്യൻ വൽക്കരണം നടക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ബാങ്ക് വിളിയിലൂടെ പരമത വിദ്വേഷമാണ് പടർത്തുന്നത് എന്നുള്ളതാണ്. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഒരു 10 നവോത്ഥാന നായകരുടെ പേര് പറയാമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി പുറത്തു വന്നത്. ഏതായാലും അതിന് 3നും വളരെ കൃത്യമായ മറുപടികളുണ്ട്. ആ മറുപടികൾ കുറച്ച് ദൈർഘ്യമുള്ളതായതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു, കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ ഒന്നാമത്തേത് അദ്ദേഹം പറഞ്ഞത് ഈ അറേബ്യൻ വൽക്കരണത്തെക്കുറിച്ചാണ്. എൻ്റെ മധുസാറെ, അറേബ്യൻ വൽക്കരണം ചരിത്രാതീത കാലം മുതലേ ആരംഭിച്ചതാണ്. അത് ഒരു നാട്ടിൽ മാത്രമല്ല, എല്ലാ നാടുകളും പരസ്പരം കൊള്ളക്കൊടുക്കലുകളിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൈമാറിയത്. ചിലത് സതുദ്ദേശത്തിൽ വന്നവരുണ്ട്, മറ്റു ചിലത് കൊള്ള ചെയ്ത് കൊണ്ടുപോകാൻ വന്നവരുണ്ട്. അവരിൽ നിന്ന് കുറേയൊക്കെ നമ്മൾ സ്വീകരിച്ചു, പകരമായി അവർക്ക് ചിലതൊക്കെ കൊടുത്തു. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അറേബ്യൻ ചിന്തകളും അറേബ്യൻ സംസ്കാരവുമൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര കാലം മുമ്പേ വന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ പ്രഭാഷണം പഴയത് കിട്ടുമെങ്കിൽ സാറൊന്ന് കേട്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഭരണനിർവഹണ സംവിധാനം, ത്രിതല സംവിധാനം, ജില്ലാ പരിഷത്ത്, തഹസിൽ, കളക്ടർ എന്നൊക്കെ പറയുന്ന വാക്ക് എല്ലാം ഉണ്ടായത് ഈ അറേബ്യൻ ഭരണകൂടത്തിൻ്റെ ആ ഭരണനിർവഹണ രീതിയിൽ നിന്നാണ്. ഒരുപാട് കാര്യങ്ങൾ, എന്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ പല സംഗതികൾ പോലും ഈ പറയുന്ന പല രാജ്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ഒക്കെ സ്വാംശീകരണത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അന്ന് കാലം മുതലേ ഈ വൽക്കരണം തുടങ്ങി. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വസ്ത്രം അടക്കമുള്ളവയൊക്കെ അവിടെ നിന്ന് വന്നതാണ്. നല്ല ഇറുകി പിടിച്ചിരിക്കുന്ന അടിവസ്ത്രം, ശരീരത്തിനിണങ്ങുന്ന വസ്ത്രങ്ങൾ, പിന്നെ നമ്മുടെ വീടുകളിൽ കാണുന്ന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ക്ലോസറ്റ്, അത് വെക്കുന്ന വീട്, പിന്നെ അടുക്കളയിൽ മനോഹരമാക്കിയത്, അങ്കണം മനോഹരമാക്കിയത്, നിർമ്മാണ വൈദഗ്ധ്യം വർദ്ധിപ്പിച്ചത്. പിന്നെ ഇതിലെല്ലാം ഉപരി ഈ കേരളം കാണുന്ന നേട്ടങ്ങളുടെ എല്ലാം പിന്നിലെ ഒരു നെടുംതൂണ്, ഒരു സാമ്പത്തിക സ്രോതസ്സെന്ന് പറയുന്നത് ഈ സൗദി അറേബ്യ അല്ലെങ്കിൽ അറേബ്യൻ വൽക്കരണമാണ്. ഇന്ന് ഈ മധുസാറ് സംസാരിക്കുന്ന കാലഘട്ടത്തിൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ബ്രിട്ടീഷുകാർ കായലിലൂടെ പോയപ്പോൾ അവർ പുറത്തോട്ട് നോക്കിയിട്ട് അടുത്ത് നിന്ന് ആളിനോട് പറഞ്ഞത്രേ, ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ അകത്തിരുന്ന് ചെയ്യുന്ന കാര്യം ഇവിടെ ഉള്ളവർ പുറത്തിരുന്ന് ചെയ്യുന്നു, നമ്മൾ പുറത്തിരുന്ന് ചെയ്യുന്ന കാര്യം അവർ അകത്തിരുന്നും ചെയ്യുന്നു. അപ്പോൾ വാട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്രേ, കണ്ടില്ലേ, അവർ പ്രാഥമിക കർമ്മത്തിന് പുറത്തിറങ്ങുന്നു, അത് നമ്മുടെ നാട്ടിലൊക്കെ യൂറോപ്പിലൊക്കെ അകത്താണ്. അവർ കഴിക്കുന്നത് അടുക്കളയുടെ അകത്തിരുന്ന മുറിയിലാണ്. എന്നാൽ നമ്മൾ കഴിക്കുന്നതോ പുറത്ത് പാർക്കിലും വിശാലമായ ചുറ്റുപാടുകളൊക്കെ കണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ മാറിയപ്പോൾ നമുക്ക് മാത്രമല്ല, എല്ലാ രാജ്യത്തും ഇതിനനുസരിച്ചുള്ള മാറ്റമുണ്ട്. സൗദി അറേബ്യയിൽ പോയി നോക്കിയാൽ എത്രയോ സ്ഥലത്ത് മലയാളികൾ, ജാതിമത ഭേദമന്യേ മനുഷ്യർ, അവിടെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ദുബൈയിലൊക്കെ ആണെങ്കിൽ എൻ്റെ നാട്ടിലെ ഓച്ചറക്കളി ഉണ്ടല്ലോ, കെട്ടുത്സവം, കാള കെട്ടുന്നത് പോലും അവിടെയൊക്കെ നടക്കാറുണ്ട്. അവിടെ ഓണാഘോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇന്ത്യൻ ഫുഡുകളുണ്ട്, ഇന്ത്യൻ കോഫി ഹൗസുകളുണ്ട്. അതുകൊണ്ട് ഷവർമ മാത്രം, അറേബ്യൻ ഫുഡ് മാത്രമായി ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്നൊന്നും അങ്ങോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. ഇന്ധനം, പെട്രോളൊക്കെ അവിടെ നിന്നാണ് വന്നത്. റിയാൽ ഈ 1 രൂപ 20 രൂപയാകുന്നൊരു മാജിക്കുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ കാണുന്ന പളവളപ്പും പിരിവും തിളക്കവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്. ഇനി ഏറ്റവും ഒടുവിലോ നമ്മുടെ രാജ്യ സർക്കാർ ഇപ്പോൾ യുദ്ധം വന്നപ്പോൾ വിശ്വസ്തയോടെ കൂടെ നിൽക്കുമെന്നുള്ള തരത്തിൽ കയറി പിടിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെയാണ്, ഖത്തറിനെയും സൗദി അറേബ്യയും ഒക്കെയാണ്. ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മറുകണ്ഠം ചാടി, ഫ്രണ്ട് പാകിസ്ഥാനിയായി. അങ്ങനെ പല സംഗതികളും.
അതാണ് അതിൻ്റെ മറുപടി. രണ്ടാമത്തെ കാര്യം അങ്ങ് പറഞ്ഞത്, ബാങ്ക് വിളിക്കുന്നത് അന്യമത വിദ്വേഷമാണ്. അവനവൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കിയ രാജ്യത്ത് ലോകത്തെല്ലായിടങ്ങളിലും ഉള്ളതാണ് ഈ ബാങ്കുലി. അത് 3-4 മിനിറ്റേ ഉള്ളൂ. ഫലസ്തീനിൽ പോലും തടഞ്ഞിട്ടില്ല, ഒരു രാജ്യത്തും തടഞ്ഞിട്ടില്ല. അവിടങ്ങളിലെല്ലാം ഇത് വിളിക്കാറുണ്ട്. അത് വിളിക്കുന്നത് എന്താണ്? അള്ളാഹു വലിയവനാണ്, അള്ളാഹു ഏകനാണ്. നിങ്ങൾ സമാധാനത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ, നിങ്ങൾ സന്തോഷത്തിലേക്ക് വരൂ, സമാധാനപ്പെടൂ എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. അത് മതവിദ്വേഷമാണെന്ന് സാറിന് തോന്നുന്നത് സാറിൻ്റെ ഉള്ളിലെ ട്രാൻസ്ലേറ്ററിൻ്റെ പ്രശ്നമാണ്. എല്ലാത്തിനെയും അല്ലെങ്കിൽ ഏത് ശബ്ദത്തെയും, മനുഷ്യൻ്റെ ഭക്ഷണത്തെയും മനുഷ്യൻ്റെ ജീവിതത്തെയും ഒക്കെ ജാതി മാത്രം നോക്കി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു യന്ത്രം അങ്ങയിലുള്ളിടത്തോളം കാലം ആ ട്രാൻസ്ലേഷൻ അതുപോലെ നടക്കും. അതിൻ്റെ പ്രയാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ജാതിമത വിരോധമൊന്നുമല്ല. ഇപ്പോൾ ക്രൈസ്തവ മതവിശ്വാസത്തിൽ അവരുടെ പ്രാർത്ഥനകൾ, ഹൈന്ദവ മതവിശ്വാസത്തിൽ അവരുടെ പ്രാർത്ഥനകൾ, ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമാണ്. അത് മറ്റൊരാളിൻ്റെ ഒന്നും കൈകടത്തലല്ല. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് അനുസരിച്ച് അവിടെ ചെയ്യുന്നു. ഞാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, ഇത് വിളിക്കുന്നതും ഈ സംസ്കൃതിയിൽ രൂപം കൊണ്ടതുമായ രാജ്യങ്ങളിൽ പോലും ക്ഷേത്രങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പലയിടങ്ങളിലും ഉണ്ട്. അവിടെയൊക്കെ മനുഷ്യർ പോകുന്നു, സമാധാനമായി ജീവിക്കുന്നു. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് സാർ പറഞ്ഞത് എന്താണെന്നറിയുമോ? മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും 10 നവോത്ഥാന നായരുടെ പേര് പറയൂ, അയ്യങ്കാളിയും മറ്റുള്ളവരുമൊക്കെ അതിലാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതാണ് ഏറ്റവും വിചിത്രവും വ്യത്യസ്തവുമായൊരു സംഗതി. എൻ്റെ സാറേ, നവോത്ഥാനത്തിന് വേണ്ടി രൂപം കൊണ്ട വിശ്വാസങ്ങൾ കൂടിയാണ് ഇസ്ലാം മതവും ക്രൈസ്തവ മതവും ഒക്കെ. അവരാണ് ഒരുപാട് നവോത്ഥാനങ്ങൾ പല രൂപത്തിൽ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളിൽ നിന്ന് അങ്ങനെയുള്ള നവോത്ഥാന നായകന്മാർ കൂടുതലുണ്ടായത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് തൊട്ടുതീണ്ടലും അയിത്തവും പിന്നെ ചവിട്ടിത്തേക്കലും സതിയും പിന്നെന്ത് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ. ഇപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഒരു ക്ഷേത്രത്തിലെ പിന്നെ ആളായിട്ട് പോലും പൂജാരിയായിട്ട് പോലും ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന വിഭാഗത്തിലെ എല്ലാവർക്കും അവകാശമില്ല. ചിലർക്ക് മാത്രമാണ് അവകാശം. അത് ജാതിയുടെ പേരിലാണ്. അങ്ങനെ പറയുന്ന സംഗതി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പോലീസ് സ്റ്റേഷനിലൊരു യുവതി വേട്ടയാടപ്പെട്ട സംഭവം മുതൽ ഇങ്ങോട്ട് എന്തിന് വേടൻ്റെ പാട്ടുകൾ പോലും സാറിനെ അസ്വസ്ഥമാക്കുന്ന, അത് ഫലസ്തീൻ പതാക പുതച്ചത് കൊണ്ടാണെന്ന് പറയാൻ ചിന്തിക്കാൻ തോന്നുന്ന മനസ്സുമായി മധുസാറിനെ പോലെയുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ നവോത്ഥാന നായകന്മാർ എവിടെ നിന്നാണ് ഉണ്ടാകേണ്ടത്? അവിടുന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇസ്ലാം മതത്തിലും ക്രിസ്തീയ മതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിലാണെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഒക്കെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മൊയ്ദ് മൗലവിയെ പോലെ. അവരൊക്കെ അവരുടെ കൂട്ടത്തിലെ തുലവും പരിമിതമായ ചിന്തകൾക്കെതിരെയാണ്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം നൽകാതിരിക്കുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാതിരിക്കുക തുടങ്ങിയ സംഗതികളായിരുന്നു. കാരണം അവിടെ അയിത്തവും സതിയും ഈ ജാതി ഭൃഷ്ടും ഏതെങ്കിലും പ്രത്യേക ജാതിക്ക് വേണ്ടി ഒരു അമ്പലത്തിൽ കയറാനൊരു സമരവും ഒന്നും വേണ്ടി വന്നില്ല. പള്ളിയിലെല്ലാവരും ഒരേ വരിയിൽ നിന്നാണ് നിസ്കരിക്കുന്നത്. ഒരുമിച്ച് അടക്കുന്നത് ഒരേ കബറിടത്തിൻ്റെ സമീപത്തോട് ചേർന്നാണ്. പുതിയ ഇസ്ലാം എന്ന് പറയാൻ പോലും പാടില്ല ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ എന്നാണ് പറയാനുള്ളത്. പക്ഷേ മറ്റു പലയിടങ്ങളിലും ഇപ്പോഴും അവൻ്റെ ജാതിപ്പേര് കൂടി ചേർത്താണ് പലരെയും വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നവോത്ഥാന നായകർ അവരിൽ നിന്നാണ് ഉണ്ടായത്. ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം കൊണ്ട് മാത്രമല്ല, 10 ജന്മം കൊണ്ട് പോലും തീർക്കാൻ കഴിയാത്ത, ഇന്നും തീർന്നിട്ടില്ലാത്ത പല സംഗതികളും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാകേണ്ടി വന്നത്. അത് മാറ്റപ്പെടുത്തലുകൾക്ക് വിധേയമാണ്. തുലവും കുറവായിരുന്നു ഈ 2 മതങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ പരിമിതമായ നവോത്ഥാനമേ ആവശ്യമായി വന്നുള്ളൂ. അത് ആ മെക്കാനിസത്തിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായി വരികയും ചെയ്തു. അതാണ് അതിൻ്റെ ഉത്തരം.